കുടുംബ കാഴ്ചകളിലേക്ക് സ്വാഗതം. അച്ഛൻ ഞാൻ പോവാണേ. വല്ലതും കഴിച്ചിട്ട് പൊടി. വേണ്ട അച്ഛൻ, ഞാൻ പോവാ. അച്ഛാ, കയറുക. ശരി. എനിക്ക് മനസ്സിലായില്ല. വളച്ചു കെട്ടുന്നില്ല, ഓപ്പണായിട്ട് പറയാം. ഇതെന്റെ മോൻ അരുൺ. പള്ളിയുടെ കുറച്ച് അപ്പുറത്ത് താമസം. ആണോ? മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ കുറച്ചായുള്ളൂ ഇങ്ങോട്ട് വന്നിട്ട്. എറണാകുളത്തായിരുന്നു. അത് പറ. പഴയ ആൾക്കാരെല്ലാം എനിക്കറിയാവുന്നതാ. അല്ല, വന്ന കാര്യം പറഞ്ഞില്ല. ഇവന് ജിൻസിയെ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞ പെണ്ണ് ചോദിച്ചു വന്നതാ. ജിൻസി സ്കൂളിൽ പഠിപ്പിക്കാൻ പോണ സമയത്ത് വഴി വെച്ച് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ സമ്മതത്തിനാണ് ഞങ്ങള്. നീ വയ്ക്കോ, സമയം പോയില്ലേ? എൻ്റെ ഭാര്യ എവിടെ ഇല്ല, അവള് വയനാട്ടിലാ. മൂത്തവളുടെ ഡെലിവറി ആയിരുന്നേ. കുറച്ച് ദിവസം അവിടെ വന്നിട്ട് വരുള്ളൂ. അതുകൊണ്ട് അവിടെ വന്നിട്ട്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ? ഓ, ചായ കുടിച്ചിട്ട് പോവാ. അയ്യോ വേണ്ട വേണ്ട, അമ്മ വന്നിട്ട് മതി. ജിൻസി, അച്ഛനെന്ത് പറഞ്ഞു? അമ്മ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. എന്തായാലും അമ്മ വരട്ടെ. ജിൻസി, നാളെ ക്ലാസ് ഇല്ലാത്ത ദിവസമല്ലേ? എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരുമോ? ഇല്ല. ചായ കുടിച്ചായിരുന്നോ അച്ഛാ? നിനക്ക് അവരെ നേരത്തെ പരിചയമുണ്ടോ ജിൻസി? കണ്ടിട്ടുണ്ട്. ഏതായാലും അവള് വരട്ടെ. ജിൻസി കയറ്. അരുൺ, ഞാനില്ല. ഇന്ന് ക്ലാസ്സില്ലാതെ ജിൻസി പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കൂടെ വരാൻ വേണ്ടി മാത്രമാണെന്ന് എനിക്കറിയാം. താങ്ക്സ്. എന്തിനാ? എൻ്റെ കൂടെ വന്നതിന്. നമുക്ക് പോവാം. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് പോവാം. അതൊന്നും വേണ്ട. പ്ലീസ്, ഒരെണ്ണം, ഓർമ്മയ്ക്ക്.
ചേച്ചി എന്നെ ഇവിടെ നിൽക്കുന്നേ? ഞാൻ നിന്നെ കാത്തു നിന്നതാ. അതെ, എനിക്ക് ജോലി കിട്ടിയ മാസം തന്നെ ഞാൻ LIC എടുത്തതാണേ. ഉം. ഇനി എനിക്ക് വയ്യാട്ടോ. അതിനൊന്നുമല്ല, നീ ഇന്നലെ അരുണിന്റെ കൂടെ പോകുന്ന കണ്ടല്ലോ. അവൻ ശരിയല്ല ജിൻസി. അവന്റെ കൂടെയുള്ള ആ പെണ്ണ് അവന്റെ അമ്മയൊന്നുമല്ല. ചേച്ചി എന്നെ പറയുന്നേ? ഞാൻ പോളിസി എടുപ്പിക്കാൻ പലതരം ആൾക്കാരുടെ അടുത്ത് പോകുന്നതാ. എനിക്കൊരാളെ കണ്ടാൽ അറിയാം, അവൻ നിന്നെ ചതിക്കും. അരുൺ, അയ്യോ, ഹലോ. സോറി ജിൻസി, നീ ഫോൺ എടുക്കാൻ വേണ്ടി ചെയ്യേണ്ടി വന്നതാ. എന്നെക്കുറിച്ച് എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. എന്തായാലും നാളെ ഒരിക്കൽ കൂടി നീ എൻ്റെ കൂടെ വരണം. വന്നില്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. അത് ഇന്റർനെറ്റ് എന്ന മഹാലോകത്തേക്ക് ഞാൻ പറത്തിവിടും. പിന്നെ ജിൻസി, നീ ഇല്ല, മറക്കണ്ട. ഇന്ന് സുഖമായി ഉറങ്ങ്. നാളെ പതിവ് സ്ഥലം. അരുൺ, എനിക്ക് പള്ളി വരെ ഒന്ന് പോണം. വേഗം വരണം. ഞാനൊരു തെറ്റ് ചെയ്തു അരുൺ. ഒന്ന് കുമ്പസാരിക്കാൻ വന്നതാ. ഇത്രയും നാളും പോറ്റി വളർത്തിയ കുടുംബത്തെ
നീ എന്ന പിശാചിനെ കണ്ടപ്പോൾ ഞാൻ മറന്നുപോയി. അച്ഛാ, എന്നോട് ക്ഷമിക്കണം. സാരമല്ലേ മോളെ, നീ വാ, അവനുള്ള വണ്ടി ഇപ്പോൾ വരും. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ സാർവത്രിക കത്തോലിക്ക സഭയിൽ പ്രഖ്യാപിച്ച കാരുണ്യ വർഷത്തോടനുബന്ധിച്ച് കാരുണ്യത്തിൻ്റെ കൂദാശയായ അനുരഞ്ജന കൂദാശയെക്കുറിച്ച് അഥവാ വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ച് നാം ധ്യാനിച്ചു വരികയാണ്. അത്തരത്തിൽ കുമ്പസാരം നടത്തുന്ന ഒരു വ്യക്തി മനസ്സിൽ സൂക്ഷിക്കേണ്ട മൂന്നാമത്തെ കാര്യത്തിലേക്ക് ഇന്ന് നാം വരികയാണ്. യുവജനങ്ങൾക്ക് ഈ കൂദാശയോട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു ചോദ്യത്തോട്, ഒരു സംശയത്തോട് ബന്ധപ്പെട്ടാണ് ഈ കാര്യം ഇന്ന് അവതരിപ്പിക്കുന്നത്. സാധാരണ യുവജനങ്ങളായ ആളുകൾ ചോദിക്കാറുണ്ട്, ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറയണം, പക്ഷേ എന്തിനാണ് ഒരു പുരോഹിതനോട്, ഒരു വൈദികനോട് എൻ്റെ പാപങ്ങൾ ഏറ്റുപറയുന്നത്? ഒരു പക്ഷേ ഇത്തരത്തിൽ ഒരു ചോദ്യം ഒരു യുവാവോ യുവതിയോ തങ്ങളുടെ മാതാപിതാക്കളോട് ചോദിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല എന്നത് ഖേദകരമാണ്. അത്തരത്തിൽ മാതാപിതാക്കൾ ഈ ചോദ്യത്തോട് ബന്ധപ്പെട്ട് ഉത്തരം പറയാൻ വിഷമിക്കുന്നുണ്ടെങ്കിൽ തുടർന്ന് വരുന്ന ചിന്തകൾ അവർക്ക് സഹായകമാകുമെന്ന് കരുതുകയാണ്. ഒന്നാമതായി, പുരോഹിതനോട് അല്ലെങ്കിൽ വൈദികനോട് കുമ്പസാരിക്കുന്നയാൾ തങ്ങളുടെ പാപം ഏറ്റുപറയേണ്ടത് വിശുദ്ധ ഗ്രന്ഥം, ദൈവത്തിൻ്റെ വചനം ഈ ഉറപ്പ് നൽകുന്നത് കൊണ്ടാണ്. മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും യോഹന്നാൻ്റെ സുവിശേഷത്തിലും നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. എന്താണത്? ഈശോ പത്രോസിനോട് പറഞ്ഞു, തൻ്റെ ശിഷ്യരോട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞാൽ പാപമോചനം നൽകാനായി അവിടുന്ന് തൻ്റെ ശിഷ്യരെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. പാപമോചനം ഇന്ന് എനിക്ക് ലഭിക്കുന്നത് ഈ പൗരോഹിത്യത്തിലൂടെയാണ്. യഥാർത്ഥത്തിൽ പുരോഹിതനല്ല പാപം മോചിക്കുന്നത്, ദൈവം തന്നെയാണ്. പക്ഷേ നിനക്കും എനിക്കും വേണ്ടി അവിടുന്ന് ഈ പുരോഹിതനിലൂടെ ദൃശ്യനാവുകയാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യത്തെപ്പറ്റി പറയുമ്പോൾ ഞാനൊരു പുരോഹിതനായതുകൊണ്ട് നിങ്ങളത് വിശ്വസിക്കുന്നു. മനുഷ്യനായ എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ ദൈവം നമ്മുടെ നിത്യരക്ഷയെക്കുറിച്ച്, പാപമോചനത്തെക്കുറിച്ച് പറയുന്ന വാക്കുകൾ വിശ്വസിക്കാൻ മേലെ. ഞാൻ നിങ്ങളോട് ലൗകികമായ ഏതെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുന്നു. ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായി ഞാനൊന്ന് പറയുമ്പോൾ നിങ്ങൾ അക്കാര്യത്തിലേക്ക് ശ്രദ്ധയൂന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നിത്യരക്ഷയെക്കുറിച്ച്, പാപമോചനത്തെക്കുറിച്ച് കർത്താവ് പറയുന്ന വാക്കുകൾ നമുക്ക് വിശ്വസിക്കാൻ മേലെ. മനുഷ്യനായ ഞാൻ പറയുന്ന വാക്കുകൾ, മനുഷ്യരായ മറ്റാളുകൾ പറയുന്ന വാക്കുകൾ, ഇഹലോകത്തിലെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പരലോക സത്യങ്ങളെക്കുറിച്ച് ദൈവം പറയുന്ന വാക്കുകൾ എത്ര കണ്ട് നാം വിശ്വസിക്കേണ്ടതാണ്. അവിടുന്ന് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ പാപങ്ങൾ മോചിക്കുമ്പോൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടവയായിരിക്കും. തമ്പുരാൻ്റെ ഈ ഉറപ്പ് കുമ്പസാരത്തിൽ നമുക്ക് വലിയ അനുഗ്രഹമാണ്. ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ മനുഷ്യനിലൂടെ കുമ്പസാരം എന്ന് പറയുന്ന കൂദാശ അനുഭവമാക്കാൻ അവിടുന്ന് ഇടയാക്കിയത്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യം, ഒരു യാഥാർത്ഥ്യം അനുഭവിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ പരിധിയിലേക്ക് അവ വരണം. ദൂരെ നിൽക്കുന്ന ഒരു സത്യം എൻ്റെയും നിങ്ങളുടെയും അനുഭവമായി തീരണമെന്നുണ്ടെങ്കിൽ ആ സത്യം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ പരിധിക്കുള്ളിലേക്ക് വരണം.
നിങ്ങളോട് ഞാൻ അമ്മയെക്കുറിച്ച് അപ്പനെക്കുറിച്ച് പറയുകയാണെന്ന് വിചാരിക്കുക. അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ആ അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അമ്മയെന്ന അപ്പനെന്ന സത്യത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങളുടെ അമ്മയിലൂടെ, നിങ്ങളുടെ അപ്പനിലൂടെ ആ അമ്മയെന്ന അപ്പനെന്ന സത്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. നോക്കിക്കേ, അപ്പോൾ പഞ്ചേന്ദ്രിയത്തിൻ്റെ പരിധിയിലേക്ക് ഒരു സത്യം കടന്നു വരുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യന് അത് അനുഭവമായി തീരുന്നത്. യോഹന്നാൻ ശ്ലീഹായും ഇത്തരത്തിൽ ശിഷ്യരുടെ അനുഭവ സാക്ഷ്യം വെളിപ്പെടുത്തുന്നുണ്ടല്ലോ. വിശുദ്ധ യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ഈ വാക്യത്തിലൂടെ യോഹന്നാൻ ശ്ലീഹ എന്താണ് സാക്ഷ്യപ്പെടുത്തുന്നത്? ഞങ്ങൾ പഞ്ചേന്ദ്രിയ അനുഭവത്തിലൂടെ സ്വീകരിച്ച ദൈവമായ സത്യത്തെയാണ്, വചനമായ സത്യത്തെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് കൈമാറുന്നത് എന്നാണ്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൂരെ നിൽക്കുന്ന ഒരു സത്യം അവൻ്റെ അനുഭവമായി തീരണമെന്നുണ്ടെങ്കിൽ അവൻ്റെ പഞ്ചേന്ദ്രിയ അനുഭവമായി മാറണം. മനുഷ്യൻ ഇങ്ങനെ പറ്റുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആര് മനുഷ്യനായത്? ദൈവം മനുഷ്യനായത്. ദൈവം ആരായിരുന്നു? ദൈവം ദൂരെ നിന്ന ഒരു സത്യമായിരുന്നു. പക്ഷേ ആ സത്യം അവൻ്റെ പഞ്ചേന്ദ്രിയത്തിൻ്റെ അനുഭവ തലത്തിലേക്ക് വന്നു. ദൈവം മനുഷ്യനായി, ആകാശത്ത് നിന്ന് അവൻ ഭൂമിയിലേക്ക് വന്നു. ഇതാണ് നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരം. എന്നിട്ട് ഈശോ എന്താണ് പറയുന്നത്? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ പഞ്ചേന്ദ്രിയ അനുഭവം എന്താണ്? ഞാൻ പറയും, ഭക്ഷിക്കുന്നതാണ്. അതുകൊണ്ടാണ് മനുഷ്യനായ ദൈവം അപ്പമായി മാറിയത്. വിശുദ്ധ കുർബാനയുടെ രഹസ്യം ഇത് തന്നെയാണ്. താൻ സൃഷ്ടിച്ച മനുഷ്യ മക്കൾക്ക് അവിടുന്ന് അനുഭവമായി തീരാൻ അവൻ്റെ പഞ്ചേന്ദ്രിയത്തിൻ്റെ പരിധിയിലേക്ക്, ആ തലത്തിലേക്ക് അവൻ ഇറങ്ങി വന്നു. മനുഷ്യനായവൻ പിന്നെ അപ്പമായി മാറി. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന കാര്യം, ഇപ്രകാരം മനുഷ്യമക്കളുടെ അനുഭവമായി തീരാൻ, മനുഷ്യനായി മാറാൻ കഴിഞ്ഞവന്, പിന്നെ അപ്പമായി മാറാൻ കഴിഞ്ഞവന്, ഒരു പുരോഹിതനിലൂടെ നിൻ്റെ അടുത്തേക്ക് വന്ന് നിൻ്റെ പാപങ്ങൾ കേട്ട് അതിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ആ പാപങ്ങൾ മോചിക്കാൻ പറ്റുകയില്ലേ? ഒരു പുരോഹിതനിലൂടെ ദൈവം ഈ പാപമോചനം നൽകുന്നത് അവിടുത്തേക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയാണ്. കാരണം നിനക്ക് പഞ്ചേന്ദ്രിയ അനുഭവങ്ങളിലൂടെയാണ് ഒരു സത്യത്തെ, അനുഭവത്തെ സ്വന്തമാക്കാനായി കഴിയുക. വിശുദ്ധ കുർബാനയ്ക്കായി നാം ഉപയോഗിക്കുന്ന ഓസ്തിക്ക് എന്ത് വിലയുണ്ടെന്ന് നമുക്കറിയാം. ഒരു ഓസ്തി എടുത്താൽ അതിൻ്റെ വില എന്താ? ഈ വിലയില്ലാത്ത നിസ്സാരമായ അപ്പത്തിലേക്ക് ദൈവത്തിന് തൻ്റെ സാന്നിധ്യം മുഴുവനായും കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് പ്രത്യേക പരിശീലനം നൽകി തൻ്റെ ശിഷ്യനായി വിളിക്കപ്പെട്ട പുരോഹിതനിലൂടെ നിൻ്റെ പാപങ്ങൾ മോചിക്കുന്നതിന് വേണ്ടി നിൻ്റെ അടുത്തേക്ക് അവന് വരാൻ മേലെ. എൻ്റെ പാപങ്ങൾ ഞാൻ നേരിട്ട് ഏറ്റുപറയുമ്പോൾ അവിടുന്ന് ക്ഷമിക്കില്ലേ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം, അങ്ങനെ ഏറ്റുപറഞ്ഞപ്പോൾ ആ പാപങ്ങൾ മോചിക്കപ്പെട്ടു എന്ന് എന്താണ് ഉറപ്പ്? പക്ഷെ ഇവിടെ ദൈവം ഒരു ഉറപ്പ് കൊടുക്കുക. നമുക്കറിയാം, പഴയ നിയമകാലം തൊട്ട് അവിടുന്ന് സംസാരിച്ചതും അവിടുന്ന് ജനത്തിന് പാപമോചനം നൽകിയതും അവരെ കൂട്ടിച്ചേർത്തതുമൊക്കെ
തൻ്റെ പ്രവാചകരിലൂടെയായിരുന്നു. പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ ഈശോയുടെ ശിഷ്യരിലൂടെ അവിടുന്ന് ഈ കാര്യം ചെയ്യുകയാണ്. ഇന്ന് സഭയിൽ തൻ്റെ പുരോഹിതരിലൂടെ ഈ ദൗത്യം അവിടുന്ന് നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു പുരോഹിതനിലൂടെ അവിടുന്ന് ഈ അനുരഞ്ജന കൂദാശ പരികർമ്മം ചെയ്യുന്നത് നിനക്ക് ആ പാപമോചന അനുഭവം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. നിൻ്റെ പഞ്ചേന്ദ്രിയത്തിൻ്റെ അനുഭവമായി ആ പാപമോചനം മാറുന്നതിന് വേണ്ടിയാണ്. ഒരുപക്ഷെ നീ അനുരഞ്ജന കൂദാശയ്ക്കായി കുമ്പസാരത്തിനായി കടന്നു ചെല്ലുമ്പോൾ അവിടെ നിൻ്റെ കുമ്പസാരം കേൾക്കുന്നത് ഒരു വൃദ്ധനായ വൈദികനാവാം. അധികം സംസാരശേഷിയുള്ള ആളാകണമെന്നില്ല. പക്ഷേ ആ നിസാരനായ പുരോഹിതൻ വഴി, ആ പ്രായാധിക്യം ഏറെയായ പുരോഹിതൻ വഴി ദാ നിൻ്റെ ദൈവം നിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഇത്തരത്തിൽ നിനക്ക് അവൻ സമീപസ്ഥനാവുകയാണ്. ഇന്ന് കുടുംബജീവിതം നയിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ കുടുംബജീവിതം ആരോഗ്യകരമായി സന്തോഷകരമായി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ കൂദാശയിലൂടെ നിരന്തരം ഓരോരുത്തർക്കും സമീപസ്ഥനാകുന്ന ദൈവത്തെ കണ്ടുമുട്ടാൻ സാധിക്കണം. കത്തോലിക്ക വിഭാഗങ്ങളിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്ക് കടന്നു വന്ന ചില ആളുകൾ കത്തോലിക്ക സഭയിലെ കുമ്പസാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം. അവർ കത്തോലിക്ക സഭയിൽ കണ്ട അത്ഭുതമെന്നാണ് ഈ കൂദാശയെ പറ്റി വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ഏറെ താല്പര്യപൂർവ്വം കുമ്പസാരക്കൂടിനെ സമീപിക്കാനായിട്ട് നമ്മുടെ കുടുംബങ്ങളിലെ മാതാപിതാക്കൾക്കും യുവജനങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ ആവണം. അനുരഞ്ജന കൂദാശ, വിശുദ്ധ കുമ്പസാരം കൂടെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ കുറവുകളെ പരിഹരിക്കാനും പരപ്രസാദാവസ്ഥയിൽ തുടരാനും നമുക്ക് ഇടയാവുന്നു. അനുരഞ്ജന കൂദാശ ഇത്തരത്തിൽ ഫലപ്രദമായി നടത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയും, നല്ല പരിശോധന ഉണ്ടാവണം, നല്ല ആത്മശോധന നടത്തണം. കുറവുകളെ കണ്ടെത്താത്ത വ്യക്തിക്ക് തൻ്റെ കുറവുകളെ പരിഹരിക്കാൻ സാധിക്കുമോ? എവിടെയാണ് തനിക്ക് തെറ്റിപ്പോയത് എന്ന് അറിയാൻ പറ്റാത്ത ഒരാൾക്ക് തൻ്റെ കുറവുകൾ തിരുത്താൻ പറ്റുമോ? അതുകൊണ്ടാണ് സഭ പറയും, ഒരു വ്യക്തി അനുരഞ്ജന കൂദാശയ്ക്കായി ഒരുങ്ങുമ്പോൾ ദൈവകൽപ്പനകളുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് തൻ്റെ ജീവിതത്തെ പരിശോധിക്കണം. തിരുസഭയുടെ കൽപ്പനകളുടെ വെളിച്ചത്തിൽ ജീവിതത്തെ പരിശോധിക്കണം. മൂലപാപങ്ങൾ 7 എടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ പരിശോധിക്കണം. ഒപ്പം തൻ്റെ ജീവിതാവസ്ഥയുടെ വെളിച്ചത്തിൽ, അത് കുടുംബജീവിതമാകാം, പൗരോഹിത്യമാവാം, സന്യാസമാവാം, അതിൻ്റെ വെളിച്ചത്തിൽ ജീവിതത്തെ പരിശോധിക്കണം. ഏതാണ്ട് അരിപ്പയിൽ സാധനങ്ങൾ അരിക്കുന്നത് പോലെയാണ്. അരിപ്പയിൽ അരിക്കുമ്പോൾ കല്ലും മണ്ണും പൊടിയും ഒക്കെ കിട്ടാനിടയാവുന്നു. ചെറിയ കണ്ണിയുള്ള അരിപ്പയാണെങ്കിൽ ചെറിയ പൊടി പോലും കിട്ടും. ഇതുപോലെ ദൈവകൽപ്പനകളുടെയും തിരുസഭയുടെ കൽപ്പനകളുടെയും മൂലപാപങ്ങളുടെയും ജീവിത അവസ്ഥയുടെയും വെളിച്ചത്തിൽ ജീവിതത്തെ ഓരോരുത്തരും പരിശോധിക്കുമ്പോൾ കുറവുകളെ കണ്ടെത്താൻ സാധിക്കും. ഒരു പുരോഹിതനിലേക്ക് കുടുംബത്തിലെ ഓരോ അംഗവും കുടുംബം മുഴുവനും ഇത്തരത്തിൽ കുമ്പസാരമെന്ന കൂദാശയ്ക്കായി കൂടെ കടന്നു ചെല്ലുമ്പോൾ ആ വ്യക്തിയിലൂടെ, ആ കുടുംബത്തിലൂടെ വലിയ അത്ഭുതം തന്നെ നടക്കും എന്നതിന് സംശയമില്ല. പാപം ഉപേക്ഷിച്ച് ദൈവത്തോടൊപ്പം ചരിക്കുന്നവനിൽ ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമാകും എന്നത് സത്യമായ കാര്യമാണ്. ഇന്ന് ഇത്തരത്തിൽ ഈ അത്ഭുതകരമായ കൂദാശ സ്വീകരിച്ച് തങ്ങളുടെ കുടുംബജീവിതത്തെ നവീകരിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കാരുണ്യവർഷത്തിൽ അനുരഞ്ജന കൂദാശ സ്വീകരണത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കൂടെയുള്ള കുമ്പസാരത്തെക്കുറിച്ച് മാർപ്പാപ്പ തൻ്റെ പ്രബോധനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അത്തരത്തിൽ ഈ അനുരഞ്ജന കൂദാശ ഫലപ്രദമായി സ്വീകരിക്കുന്ന ഒരു കുടുംബത്തെയാണ്
ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അവരുടെ വാക്കും അവരുടെ സാക്ഷ്യവും ഈ കൂദാശ ഫലപ്രദമായി സ്വീകരിക്കാനും പുരോഹിതരിലേക്ക് കടന്നു ചെന്ന് കർത്താവിൻ്റെ ആ വാഗ്ദാനമനുസരിച്ച് പാപമോചനം നേടാനും നമുക്ക് ഇതിടയാകട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ കൃപ പ്രത്യേകമായി ഇതിനായി യാചിക്കുകയും ചെയ്യാം. എൻ്റെ പേര് ഷേർലി പോൾ. ഞാനൊരു വിദേശ ഭാഷാ അധ്യാപികയാണ്. ഭർത്താവ് പോൾ കുര്യൻ, ഹോട്ടൽ മാനേജറാണ്. മക്കളും 3 പേരുണ്ട്. മൂത്തയാൾ ശ്രുതി പോൾ, രണ്ടാമത്തെ ആൾ കുര്യൻ പോൾ, മൂന്നാമത്തെ ആൾ കുരുവിള പോൾ. കുമ്പസാരം വഴി എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ചുകൊണ്ടിരിക്കുന്ന സംതൃപ്തി, ആത്മസംതൃപ്തി, ഇതിനെക്കുറിച്ച് പറയാനാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. ഓരോ പ്രാവശ്യം കുമ്പസാരിക്കുമ്പോഴും ദൈവവുമായിട്ട് ഓരോ സ്റ്റെപ്പ് അടുക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. കുമ്പസാരത്തിൽ നമ്മൾ 10 പ്രമാണങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ അതിലും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ ചെയ്യേണ്ട നന്മകൾ എവിടെയൊക്കെ ചെയ്യാതിരുന്നിട്ടുണ്ട് എന്നതിനാണ് ഞാൻ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത്. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിൽ പറയുന്നത് പോലെ ധനവാൻ ഒരു പ്രമാണങ്ങളിൽ ലംഘിച്ചതായി ബൈബിളിൽ പറയുന്നില്ല. എങ്കിലും ധനവാൻ ചെയ്യാതിരുന്നത് ലാസറിനോട് കരുണ കാണിച്ചില്ല എന്നുള്ള ഒരു തെറ്റാണ്. അതെപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയാണ് മുൻപോട്ട് പോകുന്നത്. അതുവഴി മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ എനിക്ക് കിട്ടിയ അവസരം ഞാൻ ഉപയോഗിക്കാതിരുന്നതും ഒരു പാപമായി തന്നെ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന വ്യക്തിയാണ്. ദൈവത്തോട് നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുന്നതായി സങ്കല്പിച്ച് കാര്യങ്ങൾ കുമ്പസാരിക്കുമ്പോൾ നമുക്ക് വളരെയധികം സംതൃപ്തി ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടെയുള്ള കുമ്പസാരം, അത് മാസം തോറും കുമ്പസാരിക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അത് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളോട് പറയാറുണ്ട്. എൻ്റെ മക്കളോടും അതിനെക്കുറിച്ച് ഞാൻ എപ്പോഴും സംസാരിക്കാറുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അവിടുത്തെ വലിയ അനുഗ്രഹത്തിൻ്റെ അടയാളമായ അനുരഞ്ജന കൂദാശ അനുദിനം സ്വീകരിക്കുവാൻ, കൂടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് പ്രാപ്തരാക്കണമേ. അവിടുത്തെ കൃപാകടാക്ഷം ഈ കൂദാശയിലൂടെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ നിരന്തരം അവിടുത്തെ ദാനങ്ങൾ സ്വീകരിച്ച് ഏറ്റുപറയുന്ന മക്കളായി മാറാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ സൃഷ്ടിക്കുന്ന തടസ്സം അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കളയുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. കർത്താവെ, പുരോഹിതനിലേക്ക് കടന്നു ചെന്ന് അവിടുന്ന് നൽകുന്ന വാഗ്ദാനം അനുസരിച്ച് പാപങ്ങളേറ്റുപറഞ്ഞ് നിരന്തരം പാപമോചനം നേടി വലിയ രക്ഷയുടെ അനുഭവം സ്വന്തമാക്കാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ പ്രത്യേകമായി ഈ കാരുണ്യവർഷത്തിൽ അവിടുന്ന് അനുഗ്രഹിക്കണമേ. സകല പാപങ്ങളെയും ഏറ്റെടുക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് അഭയം നൽകണമേ. തിരുഹൃദയമേ, തിരുഹൃദയമേ, ഞങ്ങളുടെ വീടിനെ കാക്കണേ. തിരുഹൃദയത്തിൽ തവ ഹൃദയത്തിൽ ഒരു പുണ്യസൂനമായി ചേർക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.